പ്രിയപ്പെട്ടവരെ, ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം വിഷയമുടൻ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിക്കും. മദ്യനിർമ്മാണശാല അനുവദിച്ചതിലെ അഴിമതിയും ജലചൂഷണവും ചൂണ്ടിക്കാട്ടും. അതേസമയം പദ്ധതിക്കെതിരെ എലപ്പുള്ളിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാലക്കാട്ടെ എം പി രാജേഷിന്റെ വസതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ മഹിളാ മോർച്ച മാർച്ച് നടത്തും. ബ്രൂവറിയിൽ പാലക്കാട് BJP-യിൽ ഭിന്നാഭിപ്രായമുണ്ട്. ബ്രൂവറി അനുകൂലിച്ച് BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ രംഗത്തെത്തി. ജലചൂഷണമില്ലാതെ കമ്പനി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ശിവരാജന്റെ അഭിപ്രായം. റോഷിപാൽ നമുക്കൊപ്പം ചേരും. ഇക്ബാൽ അറക്കലുമുണ്ട്. അത് ഞാൻ ഇക്ബാൽ അറക്കലിലേക്ക് ഒന്ന് പോകുന്നു. ഇക്ബാൽ, BJP മഹിളാ മോർച്ച അല്പസമയത്തിനുള്ളിൽ എം പി രാജേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനിരിക്കെയാണ് ഇപ്പോൾ BJP-യിൽ തന്നെ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നേരത്തെ ഇതേപോലെ BJP-യിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ശിവരാജന്റെ അഭിപ്രായമായിരുന്നു അപ്പോഴും തർക്ക വിഷയമായിരുന്നത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു സഭയിൽ നിന്നും. റോഷിപാൽ, അഴിമതി സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല, അടിയന്തര പ്രമേയമായി അതിന് അനുമതി കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഭയിൽ എഴുതി നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് സഭയിൽ എക്സൈസ് മന്ത്രി ഇല്ലല്ലോ അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ അഴിമതി, ബ്രൂവറി അഴിമതി ആരോപണം ഉന്നയിക്കാൻ അത് രേഖാമൂലം, അത് ചട്ടപ്രകാരം എഴുതി നൽകിയിരിക്കുന്നത്. ഈ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിൽ ഈ ആക്ഷേപം ഉയർത്തും. ബ്രൂവറി അനുമതി ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രം നൽകിയതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. അതിനു പുറമെ ഈ മേഖലയിൽ കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ പ്രദേശത്തെ ജലചൂഷണം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അത് ഉൾപ്പെടെ ഉയർത്താനാണ് പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സഭയ്ക്ക് പുറത്ത് ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് കഴിഞ്ഞതാണ്. ഇന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സഭയിലില്ല. നാളെയാകും ഈ ആരോപണങ്ങൾക്ക് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകുക. സർക്കാരിന്റെ വാദം നിയമപ്രകാരവും ചട്ടപ്രകാരവുമാണ് ഒയാസിസ് കമ്പനിക്ക് അനുമതി, ഈ ബ്രൂവറി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നൽകിയതെന്നാണ്. പക്ഷേ ഇത് രഹസ്യമായി എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന ചോദ്യം, അതിനകത്താണ് കോടികളുടെ അഴിമതി നടന്നത് എന്ന ആക്ഷേപം പ്രതിപക്ഷവും ഉയർത്തുന്നു. ഇന്ന് ഏതായാലും സഭയിൽ ഇത് ഉന്നയിക്കുമ്പോൾ അതൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. കാരണം അത് എഴുതി കൊടുത്ത ആരോപണം എന്ന നിലയിൽ അത് സഭയിൽ ഉന്നയിക്കുക. പക്ഷേ ബജറ്റ് നന്ദി പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സ്വാഭാവികമായും ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കുന്ന തരത്തിൽ, സർക്കാരിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് അടിയന്തര പ്രമേയമല്ലാത്തതുകൊണ്ട് തന്നെ അതിന് മറ്റുള്ളവർക്ക് അതിൽ ഇടപെട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്ന് തന്നെ സഭയിൽ ഇതിന് മറുപടി നൽകാനോ പറ്റില്ല. നാളെ മാത്രമാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഇന്ന് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുക. ഓക്കെ റോഷി, നമുക്ക് അത് തത്സമയം സംപ്രേഷണം ചെയ്യാം. രമേശ് ചെന്നിത്തല എന്താണ് സഭയിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളത്. അഴിമതി ആരോപണം അതിലുണ്ടാവും. ജലചൂഷണത്തെക്കുറിച്ചുള്ള ആശങ്കയും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പങ്കുവച്ചേക്കും. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തത്സമയ ദൃശ്യങ്ങളും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും പ്രേക്ഷകർക്ക് നൽകാം.